ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്: 7x+2 = 49x2 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം വാല്യൂ എന്താണ്? അതായത് 7x+2 = 49x2 ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ബേസ് സെയിം ആണോ നോക്കുക. ഇപ്പോൾ ഇതിൽ വന്നേക്കുന്നത് ബേസ് 7 ആണ്, ഇവിടെ വന്നേക്കുന്നത് ബേസ് 49 ആണ്. അപ്പോൾ നമ്മൾ സെയിം അല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇവരെ സെയിം ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 49 നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. 49 നമുക്ക് 7 ആക്കി എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. 7x+2 = ഇനി 49 നമുക്ക് 7² എന്ന് എഴുതാമല്ലോ. 7² all raised to 2x - 3 എന്നുള്ള രീതിക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇങ്ങനൊരു ലോ. a⁻m all raised to n ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a⁻mn എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 7⁻2 × 2x ഇത് വരും, അതായത് 2 × 2x - 2 × 3 ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ എഴുതാം? 7⁻2 × 2x എന്ന് പറഞ്ഞാൽ 4x - 6 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തായി, ഇവിടെ ബേസ് ഇവിടെയും 7 ആയി, ഇവിടെയും 7 ആയി, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 7x+2 എന്ന് പറയുന്നതും 7⁻4x - 6 എന്ന് പറയുന്നതും ഈക്വലാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബേസ് 7 ആണ്. അപ്പോൾ നമുക്ക് ഇവരെ ഇതിൻ്റെ പവേഴ്സ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് x+2 എന്ന് പറയുന്നതും 4x - 6 എന്ന് പറയുന്നതും ഈക്വലാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അല്ലേ, ഇവിടെ എക്സ് ഇവിടെയാണ്, ഈ ഒരു 4x ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് എക്സിനെ കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെയുള്ള 2നെ ഇവിടെ നിർത്തി, ഈ -6 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്തായി, +6 ആയി, ഈക്വൽ ടു ഇവിടെയുള്ള 4x ഇവിടെയുണ്ട്, +x ഇങ്ങോട്ട് വരുമ്പോൾ -x ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ എഴുതാം, x പ്ലസ് അല്ലേ 4x - x എന്ന് പറയുന്നത് 3x ആണ്. 3x = 8 എന്ന് വരും. ദാറ്റ് ഈസ് x = 8/3 ആയിട്ട് വരും. അതായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ജസ്റ്റ് ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഈ റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആദ്യം ബേസ് ഒന്ന് 7 ആക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പവേഴ്സിന് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ദെൻ അവരെ ഇക്വേറ്റ് ചെയ്തു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 8/3 കിട്ടി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 8/3 ആണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: 2 സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉമാണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എന്തുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരിക്കും ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പോൾ നമ്മൾ മലയാളം നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാകാത്ത രീതിയിലായിരിക്കും അതിലെ ടേംസുകൾ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ടും കൂടി ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും, ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളോട് PSC പറയുന്നുണ്ട്, മലയാളത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, അതായത് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ മിസ്റ്റേക്ക് വന്നെങ്കിൽ അവർ ഇംഗ്ലീഷ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കി നോക്കാം. ഇഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് 15, 2 സംഖ്യകളുടെ സം എന്ന് പറയുന്നത് 8ഉം അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 15ഉമാണെങ്കിൽ അവരുടെ റെസിപ്രോക്കലിൻ്റെ സം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പരസ്പര സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ കിട്ടാത്തവർക്ക് ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സുഖമായിട്ട് എന്താണ് ഐഡിയ എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്നത് ഞാൻ എക്സും വൈയുമായിട്ട് എടുത്തു. അപ്പോൾ ഇവരുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, 1/x ആണ്.
അതുപോലെ തന്നെ 1/y ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുക? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണല്ലേ. 1 ഇൻറ്റു y ആണ് പ്ലസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ. ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ. ആകെ തുക തന്നിട്ടുണ്ടല്ലേ, രണ്ട് സംഖ്യകളുടെ തുക, അതായത് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. അതെത്രയാണ്? 8 ആണ്. അതുപോലെ അവരുടെ പ്രൊഡക്റ്റും തന്നിട്ടുണ്ടല്ലേ. പ്രൊഡക്റ്റ് എത്രയാണ്? ഉൽപ്പന്നം അല്ലെങ്കിൽ എത്രയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? 15 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 1/x പ്ലസ് 1/y എന്ന് പറയുന്നത് എത്രയാണ്? 8/15 ആണ്. 8/15 ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുക, എന്ത് ചെയ്യുക, അവരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം എന്ന് പറയുന്നത് 5:6 ആണെങ്കിൽ അവരുടെ ഉൽപ്പന്നം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 480 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഖ്യ അതായത് എന്താണ്? 5:6 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 5x-ഉം 6x-ഉം ആയിരിക്കും നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഉൽപ്പന്നം, ഇവരുടെ പ്രൊഡക്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ട് 480. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. 5x ഇൻറ്റു 6x 5x ഇൻറ്റു 6x എത്രയാണ്? 480 ആണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഗുണിക്കുക അല്ലേ. 6 ഇൻറ്റു 5 30 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എത്രയാണ്? 480 വരും. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 480/30 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 16 എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആയിരിക്കും വരിക. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ ഏത് സംഖ്യയുടെ സ്ക്വയറാണ് 16 ആയിട്ട് വരുന്നത്? എക്സ് ഈക്വൽ ടു 4 ആണല്ലേ. 4ൻ്റെ സ്ക്വയറാണ് എന്തെന്ന് പറയുന്നത്? 16 ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം എന്താണ്? വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ 5x ഉണ്ട്, 6x ഉണ്ട്. ഇതിൽ ഏതായിരിക്കും വലുത്? 6x ആണല്ലേ വലുത്. 6x വലുതാണെങ്കിൽ 6 ഇൻറ്റു 4 24 6 ഇൻറ്റു 4 24 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. തുടർച്ചയായിട്ടുള്ള 4 ഒറ്റ സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 976 ആണെങ്കിൽ ആ 4 എണ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സംഖ്യകൾ വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒറ്റ സംഖ്യകളാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യ 3 ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ. അടുത്തതോ 7 ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് എത്ര കൂടി? 2 കൂടി. പിന്നത്തേതിൽ നിന്നും എത്ര കൂടി? ആദ്യത്തേതിൽ നിന്ന് ഇതിലോട്ട് എത്ര കൂടി? 4 കൂടി അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂടിയിട്ടാണ് നമ്മുടെ സംഖ്യകൾ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ എക്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും വരിക? എക്സ് പ്ലസ് 2 ആയിരിക്കും വരിക. അടുത്ത സംഖ്യയോ എക്സ് പ്ലസ് 4 ആയിരിക്കും. അടുത്ത സംഖ്യയോ അത് എക്സ് പ്ലസ് 6 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? തുടർച്ചയായിട്ടുള്ള 4 ഒറ്റ സംഖ്യകൾ എന്ന് വിചാരിക്കാം. ഇവരുടെ തുകയാണ് എത്രയെന്ന് പറയുന്നത്? 976 എന്ന് പറയുന്നത് ഇവരുടെ തുക. അപ്പോൾ ഇവരെ തന്നെ എല്ലാവരെയും എന്ത് ചെയ്യാണ്? നമ്മളൊന്ന് ആഡ് ചെയ്യാൻ പോവാണ്. ഇവരുടെ എല്ലാവരുടെയും തുകയാണ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 എന്ന് പറയുന്നതാണ് 976. ആഡ് ചെയ്യാലോ. ഒരു എക്സ് ഉണ്ട്, 2x ഉണ്ട്, 3x ഉണ്ട്, 4x ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 4x പ്ലസ് സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 6 4 10 10 2 12 4x പ്ലസ് 12 ഈക്വൽ ടു 976 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ. 4x ഈക്വൽ ടു 976 മൈനസ് 12 എത്രയാണ് വരുന്നത്? 964. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് അല്ലേ. എക്സ് ഈക്വൽ ടു 964/4 എന്ന് വരും. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 241. 964നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 241. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള 241 ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒറ്റസംഖ്യകൾ എക്സും x+2 x+4 x+6 എന്നുള്ള രീതിക്കാണ് ഒറ്റസംഖ്യകളെ എടുക്കുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അതാണെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒറ്റസംഖ്യയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അല്ലെ ഏറ്റവും ചെറുതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ് ആണ്. ഇനിയിപ്പോൾ ഏറ്റവും വലുതാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 241 ഒപ്പം 6 കൂട്ടിയത് തരണം, അല്ലേ? അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ആ ഒരു ജോലി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ, നമ്മുടെ എയും ബിയുമാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. അതുപോലെ എയും സിയും ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. 1/8 ആയിരിക്കും. അതുപോലെ B+C എന്ന് പറയുന്ന അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/6 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവരുടെ 3 പേരുടെയും കൂടിയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, അല്ലേ? 3 പേരുടെയും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ A+B +A+C B+C എല്ലാം കൂടി ഞാനൊന്ന് ആഡ് ചെയ്തു. അപ്പോൾ നോക്കി, ഇവിടെ ഒരു 2A ഉണ്ട്, പിന്നെ 2B ഉണ്ട്, 2C ഉണ്ട്, അല്ലേ? അപ്പോൾ 2A + 2B + 2C എന്ന് വന്നു. കോമൺ ആയിട്ട് 2 ഉണ്ട്. 2നെ ഞാനൊന്ന് ജസ്റ്റ് ഔട്ട് സൈഡ് വെച്ചു. ദെൻ A + B + C. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 × A + B + C ആണല്ലേ. അതായത് A + B + Cയുടെ × 2 മടങ്ങാണ്, 2 മടങ്ങാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്തായിരിക്കും വരിക? ഇതെല്ലാം കൂടി കൂട്ടി എന്താ വരിക? 1/12 + 1/8 + 1/6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കിട്ടിയോ? അതായത് A + B + എല്ലാം കൂടി കൂട്ടുക, A + B A + C B + C എല്ലാം കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളെല്ലാം കൂടി എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം, അല്ലേ? ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യണമെങ്കിൽ എന്തെടുക്കണം? LCM കണ്ടിട്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ LCM എങ്ങനെയാണ് വരിക? 12, 8, 6. ഇതിൻ്റെ LCM എത്രയാണ് വരിക? 2, 2ലാണെങ്കിൽ 6, 4, 3. എഗെയിൻ നമുക്ക് 2 നോക്കാം. 2ലാണെങ്കിൽ 3, 2, 1, അല്ലേ? കഴിഞ്ഞല്ലേ? 2 × 2 4, 4 × 3 12, 12 × 2 24 എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ LCM ആയിട്ട് വരുന്നത്. ഇനി നമുക്കിത് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/12 + 1/8 + 1/6 എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ടോട്ടൽ 9/24 എന്ന് വരും. 9/24 എന്ന് വരും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇതെങ്ങനെയാണ് കിട്ടിയത്? 1/12 ആണ്, അല്ലേ? 1/12നെ നമുക്ക് 1/12 × 2 എന്ന് എഴുതാം. അപ്പോൾ മേലെ നമ്മൾ 2 കൊണ്ട് ആഡ് ചെയ്തു, 2 മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 1/ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 24 ആവാൻ വേണ്ടി 8 × 3 ചെയ്തു, ഇവിടെയും എന്ത് ചെയ്തു? × 3 ചെയ്തു, പ്ലസ് ഇവിടെയും 1 ഇവിടെ എന്താണ്? 6 × 24 ആവാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് ചെയ്തു, ഇവിടെയും ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ഡിനോമിനേറ്റർ എന്തായി? 24 ആയി, അല്ലേ? 12 × 2 24, 8 × 3 24, 6 × 4 24. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 9 വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? 9/24 വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തത് നമുക്കിതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 9/24 ആണല്ലേ. അതായത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2 × A + B + C എന്ന് പറയുന്നത് 9/24 ആണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് A + B, നമുക്ക് A + B, അല്ലേ? എല്ലാവരുടെയും വേണ്ട A + B + C മാത്രം മതി. അപ്പോൾ × 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ബൈ ആവും, അല്ലേ? 9/24 × 2 ആയിരിക്കും. അതായത് 9/48 എന്ന് വരും, അല്ലേ? 9/48 എന്ന് വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 3/16 എന്ന് വരും. 3/16 എന്ന് വരും.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? ബിയുടെ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ബിയുടെ. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ ബി കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് എ പ്ലസ് സീനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടുമല്ലോ. അതായത് എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്ന് എ പ്ലസ് സീനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുക? ബിയുടെ ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണെന്ന് നമുക്കറിയാം, 3/16 മൈനസ് എ പ്ലസ് സി എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എ പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് സിയുടെ എത്രയാണ്? 1/8. എ പ്ലസ് സി എന്ന് പറയുന്നത് 1/8. അതിനെന്ത് ചെയ്യുക? ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 1/8 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് സെയിം ആക്കി കൊടുക്കാം. 3/16 മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ 16 ആവാൻ വേണ്ടി 1 × 2 ഇവിടെ 8 × 2 അപ്പോൾ 16 ആയല്ലോ. ദെൻ 3/16 മൈനസ് 2/16 അപ്പോൾ എത്ര വരും? 3ൽ നിന്ന് 2 പോയ 1, 1/16. 1/16 അതായത് നമ്മുടെ ബിക്ക് മാത്രം ചെയ്യാനായിട്ട് എത്ര വരുന്നുണ്ട്? ബിക്ക് മാത്രം ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത് 1/16. അപ്പോൾ ബിയുടെ മാത്രം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/16. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എത്ര ഡേയ്സ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. എത്ര ഡേയ്സ് ആണ്? അപ്പോൾ എത്ര ഡേയ്സ് ആണെന്ന് ചോദിച്ചാൽ 1/16 നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 16 ദിവസം എന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ബിക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മുടെ സീക്വൻസ് തന്നിട്ടുണ്ട് 5, 6, 14, 45. അങ്ങനെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ സംഖ്യകൾ തമ്മിലുള്ള ഒരു ബന്ധം നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? 5 × 1 + 1 അല്ലേ. 5 × 1 + 1 ആണ് 6. ഇനി അതിൽ നിന്ന് അടുത്തത് എങ്ങനെ എഴുതാം? 6 × 2 + 2 ആണ് 14. അടുത്തതോ ഇനി എന്താ? 14 × 3 + 3. 14 × 3 + 3 ആണ് 45 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും വരുന്നത്? 45 × 4 + 4 ആയിരിക്കും. 45 × 4 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 184. 184 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത് 184 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതൊരു ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. PQ എന്നത് കേന്ദ്രം O അതായത് കേന്ദ്രം O ആയിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. Pയിൽ ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു. വൃത്തത്തിൽ R ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എസ്സിൽ P ടാൻജൻറ്റിനെ സംയോജിപ്പിക്കുന്ന QR നിർമ്മിക്കുക. ദെൻ ആംഗിൾ PSQ = 48 ആണെങ്കിൽ ആംഗിൾ PQR കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. നല്ല എളുപ്പമുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഫിഗറാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അവർ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഇതിന് ജസ്റ്റ് അടയാളപ്പെടുത്തി നോക്കാം. അപ്പോൾ എന്താണ്? PQ എന്നത് O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ കേന്ദ്രമാണ് O എന്ന് പറയുന്നത്. ഇനി എന്താണ്? PQ അതിൻ്റെ വ്യാസമാണ് അല്ലേ. PQ എന്ന് പറയുന്നത് PQ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വ്യാസമാണ്. PQ എന്ന് പറയുന്നത് അതിൻ്റെ വ്യാസമാണ്. ഇനി Pയിൽ കൂടി ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, അതായത് തൊടുവര വരയ്ക്കുക. അതാണ് ഈ വരച്ചേക്കുന്നത് കേട്ടോ. Pയിൽ കൂടി ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്? ഈ വരച്ചേക്കുന്നതാണ് Pയിൽ കൂടി ടാൻജൻറ്റ് വരച്ചത്. വൃത്തത്തിൽ R ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതായത് നമ്മുടെ R എന്ന് പറയുന്ന പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഇത്. R എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പോയിൻ്റ് അടയാളപ്പെടുത്തി. അത് ഇവിടെ വന്ന് മുട്ടി. ഈ Pയിൽ വന്ന് മുട്ടിയ ഈ പോയിൻ്റാണ് S എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം ആയിട്ടുണ്ട്. ഇനി എന്താണ്? PSQ 48 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് PSQ അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 48 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഈ ഒരു ആംഗിൾ PQR ഈ ഒരു ആംഗിളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത് നമുക്ക് സെൻറ്ററാന്ന് തന്നിട്ടുണ്ടല്ലോ. ഇത് നമുക്കറിയാം എന്താണ്? റേഡിയസ് ആണെന്നറിയാം. അപ്പോൾ റേഡിയസും ആരവും ടാൻജൻറ്റും കൂടി ഉണ്ടാക്കുന്ന കോൺ, ആരവും ടാൻജൻറ്റും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, ഈ
ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ കിട്ടിയത്. ഇത് 90 ഇത് 48. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 180 ആണല്ലേ. 180 മൈനസ് 90 പ്ലസ് 48 അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 42 ആയിട്ട് വരും. അതല്ലെങ്കിൽ എന്താണ്, ഈ രണ്ടെണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 90 അല്ലേ വരേണ്ടത്. രണ്ടെണ്ണം കൂടി കൂട്ടുമ്പോൾ, കാരണം ടോട്ടൽ എത്രയാണ്? 180 ആണ്. ഇതെവിടെയാണ്? ഇത് ഓൾറെഡി നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. 90 മൈനസ് 48 ചെയ്താലും മതി. 90 മൈനസ് 48 എന്ന് പറയുന്നത് എത്രയാണ്? 42 ഡിഗ്രി. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയായാലും നമുക്ക് ഉത്തരം കിട്ടും. ആംഗിൾ എത്രയാണ്? 42 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 42 ആണ്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ആരവും ആ ഒരു പോയിന്റിൽ വെച്ചുണ്ടാക്കുന്ന ടാൻജൻറ്റും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ അറിഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു ടൈപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നോക്കണേ. ഇവിടെ ഡി കഴിഞ്ഞിട്ട് സി ആണല്ലേ. ഡി കഴിഞ്ഞ് സി ആണ് വന്നേക്കുന്നത്. സി, അപ്പോൾ അതായത് 1 കുറഞ്ഞിട്ടാണല്ലേ വന്നേക്കുന്നത്. ഡി കഴിഞ്ഞ് സി അല്ലേ, 1 കുറഞ്ഞു. ഐ കഴിഞ്ഞ് എച്ച് അല്ലേ, അപ്പോൾ 1 കുറഞ്ഞു. ഐയിൽ നിന്ന് 1 കുറച്ചതാണ് എച്ച് അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇയിൽ നിന്ന് 1 കുറഞ്ഞത്, ഇയിൽ നിന്ന് 1 കുറഞ്ഞാൽ അത് ഏതായിരിക്കും വരിക? ഡി ആയിരിക്കും വരിക. ഇനി അടുത്തത് എച്ചിൽ നിന്ന് 1 ഇവിടെ ഡിയിൽ നിന്ന് 1 കുറഞ്ഞു. ഡിയിൽ നിന്ന് 1 കുറഞ്ഞാൽ അത് ഏതായിരിക്കും വരിക? സി ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഏതാ വരിക? ഡി വരും, സി വരും. പിന്നെയോ യു ആണല്ലേ. യുവിൽ നിന്ന് 1 കുറഞ്ഞാൽ ഏതായിരിക്കും വരിക? അത് ടി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. ദെൻ സി, അടുത്തൊരു നമ്പർ നോക്കുക. സി ആണ് അടുത്ത. സിയിൽ നിന്ന് കുറച്ചാൽ എത്രയായിരിക്കും വരിക? അത് ബി ആയിരിക്കും വരിക. ദെൻ അടുത്തത് എ ആണല്ലേ. എയിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? സെഡ് ആണ്, സെഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ കിട്ടും? ഉത്തരം കിട്ടും. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട്. അപ്പോൾ 1 കുറച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ആബേലിൻ്റെ ഒരു മാപ്പിംഗ് പോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെനീസിൻ്റെ മകനാണ് ആബേൽ. ഡെനീസിൻ്റെ പിതാവാണ് ഡാനി. ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജസ്റ്റ് അതിൻ്റെ ഫിഗറൊക്കെ ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് റിലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആബേലാണ് കേട്ടോ ഇത്. നമ്മുടെ ആബേലാണ് ഇതെന്ന് പറയുന്നത്. ഇനി ആബേലിൻ്റെ സഹോദരനാണ് ടോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോം ആണിത്. ടോം ആരാണ്? സഹോദരനാണ്. പിന്നെ എന്താ പറയുന്നത്? ഡെനീസിൻ്റെ മകനാണ് ആബേൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെനീസാണിത്. നമ്മുടെ ഡെനീസിൻ്റെ മകനാണ് ആബേൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? ഡെനീസിൻ്റെ പിതാവാണ് ഡാനി. നമ്മുടെ ഡെനീസിൻ്റെ പിതാവാണ് ഡാനി അല്ലേ. ഡാനി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഡെനീസിൻ്റെ പിതാവാണ് ഡാനി എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും നമ്മുടെ ഡാനിയും ടോമും അല്ലേ. ടോം ഡാനിയുടെ ആരാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കണേ, നമ്മുടെ ഡാനിയാണ് ഒരച്ഛൻ. ഈ അച്ഛൻ്റെ ഒരു മോനാണ് ഡെനീസ് എന്ന് പറയുന്നത്. ഡെനീസിൻ്റെ ഒരു മോനാണ് ആബേൽ എന്ന് പറയുന്നത്. ആബേലിൻ്റെ സഹോദരനാണ് ടോം. അപ്പോൾ ഈ ഡെനീസിൻ്റെ ഒരു മകൻ തന്നെയല്ലേ ഈ ടോം എന്ന് പറയുന്നത്. അപ്പോൾ ഡാനിയും ടോമും തമ്മിലുള്ള ബന്ധം എന്താണ്? പേരക്കുട്ടിയാണ്. ഡാനിയുടെ ആരാണ്? ടോം. പേരക്കുട്ടിയാണ് ടോം. ഓക്കെ, ടോം എന്ന് പറയുന്നത് ഡാനിയുടെ പേരക്കുട്ടിയാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു ക്ലോക്കിലെ സൂചി 4:50 ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? അപ്പോൾ എന്താണ്? 4:50 ആ ഒരു ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ എന്താണ്? ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. ഏതാണ്? 13h - 11/2 m എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വാല്യൂസ് ഇട്ട് കൊടുക്കുക അല്ലേ. വേറെ ഒന്നുമില്ലല്ലോ. 13 × h എത്രയാണ്? 4 - 11/2 m എത്രയാണ്? m 50 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 120 -
ഇവിടെ വെട്ടി ചെറുതാക്കാം. നമുക്ക് 25 25 വരും. അപ്പോൾ ആൻസർ 275 വരും. ഇനി 120 നിന്ന് 275 കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് -155 ഈ മൈനസിനെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ആ മോഡുലസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ് ആൻസർ? 155 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. 155 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഇതും ഒരു ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാലും ഉത്തരം കിട്ടും. ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളത്. ഇപ്പോൾ 2:11, അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് 3:, ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് 2 ക്യൂബ് + 3 എന്ന് എഴുതി കൂടെ. അതായത് 8 + 3 211 ആണുള്ളത്. അപ്പോൾ 2 ക്യൂബ് + 3 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം. എങ്ങനെ? 3 ക്യൂബ് + 3 അല്ലേ? 3 ക്യൂബ് എത്രയാണ്? 27 ആണ്. 27 + 3 = 30 എന്നുള്ള രീതിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇത് ഡിലീഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. എന്താ ചെയ്തത്? 2ഉം 11ഉം തമ്മിലുള്ളൊരു ബന്ധമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. 2 ക്യൂബ് + 3 ആണ് എന്തെന്ന് പറയുന്നത്? 11 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ തന്നെ നമുക്ക് ഇവിടെയും എഴുതാൻ പറ്റണം. അപ്പോൾ 3 ക്യൂബ് + 3 എത്രയാണ്? 30 ആണ്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ 30ലേക്ക് എത്താം. പക്ഷേ ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18ാം ദിവസം ഏത് ദിവസമായിരിക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. മാസത്തിലെ 6ാമത്തെ ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുന്നേ. അപ്പോൾ നമ്മുടെ 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ വരുന്നത്. ഏതായിരിക്കും വരുന്നത്? ചൊവ്വയായിരിക്കും വരുന്നത്. വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുൻപ് എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് വരുന്നത്. അപ്പോൾ ഈ 6ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിലെ 6ാം ദിവസം 6ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 6ാം തീയതി ചൊവ്വ, അതോടുകൂടി 7 വരുന്ന എല്ലാ ദിവസങ്ങളും എന്ത് തന്നെയായിരിക്കും? ചൊവ്വ തന്നെയായിരിക്കും അല്ലേ. അതുപോലെ 6ാം ദിവസം ചൊവ്വയാണ്. അതുപോലെ +7 ആയിട്ടുള്ള 13ാം ദിവസവും എന്ത് തന്നെയാണ്? ചൊവ്വയാണ്. അതുപോലെ 20ാം ദിവസവും 27ാം ദിവസവും ഒക്കെ എന്താണ്? ചൊവ്വയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 18ാമത്തെ ദിവസമല്ലേ ചോദിച്ചേക്കുന്നത്. 20ാമത്തെ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ 18ാമത്തെ ദിവസം എന്താ? ഇതിൽ നിന്ന് 2 ദിവസം പിന്നിലോട്ട് പോവുക. ഇതിൽ നിന്ന് 2 ദിവസം മുൻപോട്ട് പോവുകയാണെങ്കിൽ ഏതായിരിക്കും വരിക? ഞായറാഴ്ചയായിരിക്കും വരിക അല്ലേ. ചൊവ്വയിൽ നിന്ന് 2 ദിവസം മൈനസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 18ാമത്തെ ദിവസം കിട്ടും. അപ്പോൾ അതെത്രയാണ് വരുന്നത്? ചൊവ്വയിൽ നിന്ന് 2 ദിവസം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഞായറാഴ്ചയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ചോദ്യം ഇങ്ങനെയാണ്. നമുക്ക് താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഈ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളൊരു ചിത്രം തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ എണ്ണി നോക്കാം എത്ര എണ്ണം ഉണ്ട്. ഇവിടെ 1 2 3 4 5 അല്ലേ. ഈ കുഞ്ഞു ത്രികോണങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 5 എണ്ണം ഉണ്ട്. ഇനി 2 എണ്ണമായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, ഇത് 2 3 പിന്നെ 4 അല്ലേ. 2 എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 4 എണ്ണമുണ്ട്. ഇനി 3 എണ്ണം വെച്ച് നോക്കുകയാണെങ്കിലോ ഇവിടെ വലിയൊരു ത്രികോണമുണ്ട്, പിന്നെ ഇവിടെയും വലിയൊരു ത്രികോണമുണ്ട് അല്ലേ. അപ്പം അങ്ങനെ 2 പ്ലസ് ഏറ്റവും വലിയൊരു ത്രികോണം 1. അപ്പോൾ എത്രയായി ടോട്ടൽ? 5 4 9 10 12 ത്രികോണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ വരുന്നത് അല്ലേ. 12 ത്രികോണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 12 ത്രികോണങ്ങൾ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിന് ശേഷം വടക്കോട്ട് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജസ്റ്റ് റഫ് ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ദീപക് നിന്നിരുന്നതെങ്കിൽ ഇവിടെ നിന്ന് കിഴക്കോട്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് കിഴക്കോട്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ദെൻ അതിനുശേഷം എവിടേക്ക് പോകുന്നു? തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് താഴോട്ട് പോയി തെക്കോട്ട് എത്രയാണ്? 5 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, തെക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. തെക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ദെൻ അതിനുശേഷം കിഴക്കോട്ട് അല്ലേ, കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു അല്ലേ, 2 കിലോമീറ്റർ നടക്കുന്നു. എഗെയിൻ പിന്നെ എവിടേക്ക് പോകുന്നു? വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ അല്ലേ, വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്ററാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കുന്നത്. അല്ല, ആരംഭ ദിശയിൽ നിന്ന് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ലെങ്ത്ത് 5 ആണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ടോട്ടലി ഇവിടെ 9 ആണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ 5 ആണ് 4 ആണ്. ഈ ഒരു ലെങ്ത്ത് എത്രയായിരിക്കും? ഇത് 2 ആയതുകൊണ്ട് ഇതും എത്ര തന്നെയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലേ, മട്ടത്രികോണം കിട്ടി. മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ എത്രയാണ്? ഇത് 3 ആണല്ലേ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. 3ഉം 4ഉം വശങ്ങളുള്ള ഒരു മട്ടത്രികോണം കിട്ടി. 3ഉം 4ഉം വശങ്ങളുള്ള ഒരു മട്ടത്രികോണമാണെങ്കിൽ അതിൻ്റെ കർണം എത്രയാണ്? അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ കർണം എന്ന് പറയുന്നത് √3² + 4² ആണല്ലേ. 3² + 4². അപ്പോൾ എന്ത് വരും? √9 + 16, അതായത് √25 അല്ലേ. അതായത് ആൻസർ എത്രയാണ്? 5 ആയിട്ട് ആൻസർ വരും. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കണ്ട, നമ്മളിത് പഠിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പൈതഗോറൻ ട്രിപ്ലെറ്റ് അല്ലെ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രികങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഏറ്റവും, അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? 3, 4, 5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 3, 4, 5 എന്ന് പറയുന്നത് വശങ്ങൾ 3ഉം 4ഉം ആണെങ്കിൽ അതിൻ്റെ കർണം എത്രയായിരിക്കും? 5 ആണല്ലേ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഒന്ന് ശ്രദ്ധയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17ാമത്തെ സ്ഥാനത്താണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മളിപ്പോൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ വരിയിൽ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടറ്റത്തു നിന്ന് നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 17ാമത്തെയാണല്ലേ. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടായിരിക്കും? ഇവിടെ 16 പേരുണ്ടായിരിക്കും. ഇവിടെയും എത്ര പേരുണ്ടായിരിക്കും? 16 പേരുണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മുടെ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 16 + 1 ആയിരിക്കും നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. 16 + 16 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 33 കുട്ടികളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ വരിയിലുണ്ടാവുക അല്ലേ. 33 കുട്ടികളാണ്. ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാട്, മൃഗശാല. അങ്ങനെയാണെങ്കിൽ കടൽ എന്തായിരിക്കും? കാട്ടിലുള്ള ജീവികളെ നമ്മൾ വെച്ച് ഉണ്ടാക്കുന്നതാണ് മൃഗശാല എന്ന് പറയുന്നത്. അപ്പോൾ കടൽ എന്തായിരിക്കും? കടലിലുള്ള ജീവികളെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഏതാണ്? അതേതാണ്? അക്വേറിയമാണ്. ഏതാണ്? അക്വേറിയമാണ്. അപ്പോൾ അക്വേറിയമാണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. കാട്, മൃഗശാല ആണെങ്കിൽ കടൽ എന്താണ്? അക്വേറിയമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 5, 10, 26, 50 -170. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താ? ഓരോ സംഖ്യയിൽ നിന്നും അടുത്ത സംഖ്യ നമ്മൾ എങ്ങനെ വന്നു എന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പറിന് 5-ന് നമുക്ക് 2² + 1 എന്നുള്ള രീതിക്ക് എഴുതാം. 2² 4 ആണ്. 4 + 1 എത്രയാണ്? 5 ആണ്. അടുത്ത സംഖ്യ നോക്കി, അടുത്തത് 3² + 1 ആണ് അല്ലേ. 3² 9 ആണ്. 9 + 1 എത്രയാണ്? 10 ആണ്.
അടുത്തെന്ന് പറയുന്നത് 5 സ്ക്വയർ ആണല്ലേ. 5 സ്ക്വയർ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് 25 പ്ലസ് 1 26 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്പേഴ്സിനെല്ലാം എന്ത് പ്രത്യേകതയാണ്? ഇതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്തതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 15 എങ്ങനെ എഴുതാം? 7 സ്ക്വയർ പ്ലസ് 1 ആണല്ലേ. 49 പ്ലസ് 1 50 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും വരുന്നത്? 7 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് അത് 11 ആണല്ലേ. 11 സ്ക്വയർ പ്ലസ് 1 ആണ്. 11 സ്ക്വയർ എത്രയാണ്? 121 പ്ലസ് 1 122 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത് 122. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 237 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഒരു സംഖ്യയുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സംഖ്യ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഖ്യ ആണെങ്കിൽ ഈ ഒരു പ്ലേസിലുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 237 ഹരിക്കണം എക്സ്, ഇങ്ങനെയാണല്ലോ വേണ്ടത്. ഇതെത്രയാണ്? 23,700 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇൻറ്റു ആണല്ലേ വരിക. 237 ഈക്വൽ ടു 23,700 ഇൻറ്റു എക്സ് എന്ന് വരും. പക്ഷെ നമുക്ക് ഈ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സംഖ്യയെ നമുക്ക് എഗെയിൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ എഴുതാം? 237 ഡിവൈഡഡ് ബൈ 23,700 ഈക്വൽ ടു എക്സ്. ഇപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എന്താ? ഇവിടെ 237 ആണ്, ഇവിടെയും 237 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. 1 100. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? 1/100 കിട്ടും. 1/100 എത്രയാണ്? 0.01 ആണ്. 0.01 ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത് 0.01. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ മനസ്സിലാവാൻ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ 237/x ചെയ്യുക. അപ്പോൾ ആ എക്സ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്കറിയാം ഡിവിഷൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഈ ഒരു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. എഗെയിൻ എക്സിനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മുടെ ആവശ്യമുള്ള ആളേനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? അത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/100 വരും. ദാറ്റ് ഈസ് 0.01 എന്ന ആൻസർ വരും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. എന്താണ്? അവരുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡിജിറ്റ് സം എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഡിജിറ്റ് സം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സംഖ്യയോടെ നോക്കാം. 1 4 7 5 അല്ലേ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 17 എന്ന് വരും. 17നെ എഗെയിൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 + 7 8 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇത്? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ അടുത്തത് നമ്മൾ എടുക്കുകയാണ് 3 4 7 1. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 15 വരും അല്ലേ. 15ഉം എന്തെന്നല്ല, നമുക്ക് അറിയാം 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ നമ്മൾ അടുത്തത് നോക്കുകയാണ് 5 4 1 8. 5 4 1 8 എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 18 എന്ന് വരും അല്ലേ. 18 എന്താണ്? 15ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ. 18 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 18 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി 5418 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാവുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിജിറ്റ് സം എപ്പോഴും എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.